ആശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, മാധുര്യമേറിയിടുന്ന നിൻ വചനം, മാധുര്യമേറിയിടുന്ന നിൻ വചനം, എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ഭരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ, ഭരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ, മരണത്തെ ജയിച്ചവനനുദിനവും, മരണത്തെ ജയിച്ചവനനുദിനവും, മാറാത്തവനായി എനിക്കുള്ളതിനാൽ, മാറാത്തവനായി എനിക്കുള്ളതിനാൽ, ഹല്ലേലൂയ പാടും ഞാനാ നിമിഷം, ഹല്ലേലൂയ പാടും ഞാനാ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടിപ്പുകട്ടിടുന്ന പുതുഗാനങ്ങൾ, പാട്ടിപ്പുകട്ടിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫെലോഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ആത്മീയ ഗുരു എന്ന് യോനച്ചാന് ഞങ്ങളൊക്കെ പറയുന്ന പപ്പ എന്ന് വിളിക്കുന്നതായ ആ വിശുദ്ധനായ ദേവദാസൻ
ഈ കൂട്ടായ്മയുടെ തുടക്കം കുറിച്ച് തന്നു. വിശുദ്ധിയുടെ കൂട്ടായ്മ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇനി നമ്മളത് കെടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മാത്രം നമ്മുടെ നേതാവും, നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് ഈ കൂട്ടായ്മയെ യോനച്ചാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടാമത്തെ വരവരെയും നിലനിർത്തണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മാത്രം പോരാ, അവസാന കാലങ്ങളിൽ പലവട്ടം യോനച്ചാൻ ആവർത്തിച്ച് പറഞ്ഞു, ഒരു ശക്തിയേറിയ ഉണർവ് നമ്മുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കും. അത് ഞാൻ കാണണമെന്നില്ല, ചിലപ്പോൾ ഞാൻ കടന്നു പോയതിന് ശേഷമായിരിക്കും. ആ ഉണർവിൻ്റെ കാറ്റ് ശക്തിയോടെ നമ്മുടെ കൂട്ടായ്മയിൽ കത്തിപ്പടരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും കണ്ണ് തുറന്ന് വളരെ ശ്രദ്ധയോടെ ഇത് ഉള്ളത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താൻ തക്കവണ്ണം, കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2:42 വായിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും. ദൈവത്തിന് കൂട്ടായ്മ ആചരിച്ചു. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടായ്മ എങ്ങനെയായിരിക്കണം. ആദിമസഭയിലെ ആദ്യത്തെ ഫെലോഷിപ്പ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മളുടെ കൂട്ടായ്മ. ഹല്ലേലൂയ. ആദിമസഭയിലെ കൂട്ടായ്മ, ആ പ്രകൃതി, ആ കൂട്ടായ്മയുടെ ലക്ഷണങ്ങൾ ഈ നവീകരണ കൂട്ടായ്മയിലും ഈ പുതിയ കൂട്ടായ്മയിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആധുനിക സഭ, ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ ഈ പുതിയ സഭ അല്ലെങ്കിൽ പുതിയ കൂട്ടായ്മ അനുകരിക്കണം. ആദിമ കൂട്ടായ്മയുടെ അനുഗ്രഹീതമായ മാതൃകൾ എന്തെല്ലാമാണ്, ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അത് നമ്മളുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആദ്യം ഒന്ന് വായിച്ച് 1 യോഹന്നാൻ 1:3 വായിച്ച്. 1 യോഹന്നാൻ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഊന്നി പറയുവാൻ, തുടക്കം കുറിക്കാൻ ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അടുത്ത വാക്യം. ഞങ്ങളുടെ കൂട്ടായ്മയോ. എന്താണ് കൂട്ടായ്മ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും അത് മനസ്സിലായോ? കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്ന് ചില കാര്യങ്ങൾ ആലോചിച്ച് വചനം പഠിപ്പിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതല്ല. കൂട്ടായ്മയുടെ തുടക്കം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ജീവനായ ഉടയവനായ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് തുടക്കം. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധമില്ലാതെ ഏതെല്ലാം തരത്തിലുള്ളതായ ബാക്കി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് കൂട്ടായ്മയാകുകയില്ല. കാര്യപരിപാടി അനുസരിച്ച് ഇവിടെ പ്രസംഗങ്ങൾ നടക്കാം, ദൈവത്തിൻ്റെ വേല നടക്കാം, ദൈവത്തിൻ്റെ കാര്യപരിപാടികളെല്ലാം കൺവെൻഷൻ ക്രമീകരിക്കാം, വീടുകൾ കയറാം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയും കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ളവരായിരിക്കണം. ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? ഞാനും എൻ്റെ കർത്താവും തമ്മിൽ ഒന്നാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? യേശുക്രിസ്തുവിൽ കൂടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ജീവനും എന്നിലേക്ക് വ്യാപരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രകൃതി എന്നിൽ കാണും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അകത്തുള്ളതായ ശക്തിയുടെ ദുഷ്ടലക്ഷണങ്ങൾ പുറത്തു കാണും. തേജോമയനായ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മൾ പ്രകടമാകും. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കൂട്ടായ്മക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നാമത്തെ കാര്യം, കൂട്ടായ്മയിലെ ഓരോ വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടായിരിക്കണം. അതാണ് സമർപ്പണം. അടുത്ത കാര്യം എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2:44 മുതലുള്ള വാക്യം വായിച്ച് 44 മുതൽ 46 വരെ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി. ദൈവം ആ ഒരൊറ്റ വാക്കിട്ടാനാണ് ഞാൻ വായിച്ചത്. എല്ലാവരും ഒന്ന് കേട്ടെ. വളരെ കർശനമായിട്ട് ആ കാര്യം ഊന്നി പറയുകയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ 10,000 പേരുണ്ടെങ്കിൽ 10,000 പേരും ഒന്നിച്ച് ഒരുമനപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. It was a unified fellowship, a united fellowship. ഒറ്റക്കെട്ടായിരുന്നു എല്ലാവരും.
അത് വലിയ ശക്തിയാണ് കേട്ടോ. ഹല്ലേലൂയ. അതൊരു വലിയ സ്നേഹത്തിൻ്റെ വ്യാപാരമാണ്. നിങ്ങളോട് ഞാൻ വിശദാംശത്തിൽ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. 1 യോഹന്നാൻ 4:20 കൂടെ വായിച്ച്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന് കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക് തന്നെ എത്ര മനോഹരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു വിശദീകരണം പേര് പറഞ്ഞു കൊടുത്തു നമ്മുടെ കൂട്ടായ്മയ്ക്ക്. എന്താണ്? കാൽവറി തറവാട്. എൻ്റെ ദൈവമേ, ഒരു കുടുംബം. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഈ പ്രസംഗിക്കാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എന്നെക്കാൾ എത്ര നല്ലവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളെക്കാളെല്ലാം കൂട്ടായ്മയിലെ കേമന നേതാവാണെന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. പൂർണ്ണ ബോധ്യത്തോടാണ് ഈ പറയുന്നത്. ആരെന്തെല്ലാം പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങളെ ദൈവത്തിൻ്റെ ദാസനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് ഭരിക്കാനല്ല, കാല് കഴുകാനാണ്. കാല് കഴുകാനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതാണ് അധികാരം. കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു, കാല് കഴുകി കാണിച്ചിട്ട് പറഞ്ഞു, ഈ മാതൃക അനുകരിപ്പിൻ. വായിച്ചേ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ട വാസ്തു നമ്മൾ കൂട്ടായ്മയിൽ ഇത് ആവർത്തിച്ച് പറയണോ? ആരോടെങ്കിലും ഇഷ്ടക്കുറവോ അകൽച്ചയോ ഉണ്ടോ? വെറുതെ അത് കള്ളനാണെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് വലിയ അത്ഭുതം കിട്ടും. എൻ്റെ സാറേ, ഇങ്ങനത്തെ അമ്മായിയമ്മ ഇങ്ങനത്തെ ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ നടന്ന ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന റോഡുണ്ട്. ആ റോഡിൻ്റെ വലതുവശത്തായിട്ടൊരു ചെറിയ കുടിലുണ്ട്. ഈ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. ഇവർ തമ്മിൽ ഏതാണ്ട് ഈ വേലക്കാരൻ്റെ വീടും ഈ മുതലാളിയുടെ വീടും തമ്മിൽ എന്താ വഴക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ പെൺപിള്ളേർ 3 പേര് വിവാഹപ്രായത്തിൽ നിൽക്കുന്നു. ആരെങ്കിലും അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ പറയും, അയ്യോ അങ്ങോട്ട് പോയി ആ പെൺകുട്ടിനെ കെട്ടാനാണോ? തീർന്നു, പിന്നെ നരകം തുടങ്ങിക്കോൾ നിങ്ങളുടെ വീട്ടിൽ. അയ്യോ എന്നാൽ ഞങ്ങൾ പോണില്ല. വിവാഹം എല്ലാം മുടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സാറേ, ഇങ്ങനെയാണല്ലോ, എങ്ങനെയാണ് ജീവിച്ചു പോണേ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ എതിർക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം മുടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. അവിടെ ഇല്ലേ ഒരാണും പെണ്ണും, അവരുടെ കല്യാണം ആദ്യം നടക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവരുടെ അവർക്ക് ഒരു നന്മയ്ക്കും കുറവ്. എൻ്റെ സാറേ, എൻ്റെ പ്രകൃതി എന്നാന്ന് സാറിന് അറിയാമോ? ഞങ്ങളവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നടന്ന കാര്യം നിങ്ങളോട് പറയാൻ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ആ പാവപ്പെട്ട ഇവർക്കെതിരായി നിൽക്കുന്ന സകലരെയും പറഞ്ഞു വിടുന്നതായ ആ വേലക്കാരൻ്റെ മക്കളുടെ കല്യാണം നടന്നു. അത് കഴിഞ്ഞ് താമസിച്ചില്ല, 6 മാസത്തിനുള്ളിൽ 3 പേരുടെ കല്യാണം നടന്നു. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വാച്യാർത്ഥത്തിൽ അവരെ അനുഗ്രഹിക്കുക. ഹൃദയം തുറന്നങ്ങ് സ്വീകരിക്കുക. എപ്പോഴും ഓർത്തുകൊള്ളണം, ഇത് നിങ്ങൾ വെറും ഒരു വാക്കുകളായിട്ട് എടുക്കരുത്. നമ്മുടെ കൂട്ടായ്മയിൽ ആരെല്ലാം ഉണ്ടോ അവർ ഒറ്റ മനസ്സായിരിക്കണം. ഇറ്റ് വാസ് എ യൂണിഫൈഡ് ഫെലോഷിപ്പ്. രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലപ്രവൃത്തികൾ 2:42 വായിച്ച്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. D.T. നൈൽസ് പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ ലക്ഷണം സ്നേഹമാണ്, നിരപ്പാണ്. വായിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, കൂട്ടായ്മ ഒരിക്കലും മുടക്കരുത്. കൂട്ടായ്മ ഒരിക്കലും മുടക്കരുത്. കഴിയാവുന്നിടത്തോളം ഈ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നതായ കൂട്ടായ്മയിൽ നമ്മൾ ഒന്നിച്ചു വന്നിരുന്ന് വേണം കൂട്ടായ്മ ആചരിക്കാൻ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിരങ്ങിയാണെങ്കിലും വരണം. ഞങ്ങളൊക്കെ എത്തും, യാതൊരു സംശയവുമില്ല. കാരണം ആ ഒരു സ്നേഹത്തിൻ്റെ ചൂട്, ഒരു മനസ്സിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. H.G. ലോങ് എന്ന് പറയുന്ന വിശുദ്ധനായ ദൈവദാസൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. പ്രായമുള്ള ഒരാളാണ്. കൂട്ടായ്മയ്ക്ക് തുല്യം കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. കൂട്ടായ്മയ്ക്ക് തുല്യം കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. ദൈവം കഴിഞ്ഞാൽ ദൈവമക്കൾക്ക് വലുത് ദൈവിക കൂട്ടായ്മയാണ്. അത് എബ്രായർക്ക് 10-ാം അധ്യായത്തിൽ പറയും, ഈ കൂടിവരവുകൾ നാൾ കഴിയും തോറും അധികമായി ചെയ്യണമെന്ന് പറഞ്ഞു. അധികമായി ചെയ്യണം. ഇനി ആരും മുടക്കരുത്. എല്ലാവരും കൂടി വരണം. അതാത് ദേശത്തുള്ളതായ ആ പ്രാദേശിക യോഗങ്ങളിൽ കഴിയാവുന്നിടത്തോളം ആളുകളെ കൂട്ടണം.
ദൈവമക്കളെ, കൂടി വരവുകൾ ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട്, ഒന്ന് എന്താണ് പറഞ്ഞത്? യുണൈറ്റഡ് ഫെലോഷിപ്പ്. രണ്ട്, എ കെയറിങ് ആൻഡ് ഷെയറിങ് ഫെലോഷിപ്പ്. ദൈവത്തെ കെയറിങ് ആൻഡ് ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധം. ഏതെങ്കിലും ഒരു വേദനയും പ്രയാസവും എല്ലാം ഉണ്ടെങ്കിൽ ഓടിയെത്തിക്കൊള്ളണം. ഞാൻ നമ്മുടെ കൂട്ടായ്മയിലെ ചില ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങ് മലബാറിലോ വയനാട്ടിലോ എവിടെയാണ് ഏതെങ്കിലും ഒരു മരണം നടന്നോ, പാവപ്പെട്ട ഞങ്ങൾക്ക് ഈ വാർദ്ധക്യത്തിൽ എത്താൻ നോക്കില്ല. അവർ വണ്ടി ഓടിച്ച് അവിടെ എത്തി ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു പോരും. അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്നാണ്? അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 42-46 വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും. ഹല്ലേലൂയ. മൂന്നാമത്തത്, ഇറ്റ് വാസ് എ പ്രേയിങ് ആൻഡ് പ്രൈസിങ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. ദൈവത്തിന് കൂട്ടായ്മ ആചരിച്ചും ദൈവത്തെ സ്തുതിച്ചും പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ, ഇറ്റ് വാസ് എ വർഷിപ്പിംഗ് ഫെലോഷിപ്പ്. വ്യക്തിപരമായി ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടോ? കേമ്പറയല്ല, അത് കുറയ്ക്കാൻ സാധിക്കില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അത് ജീവനാണ്, അത് പ്രാണനാണ്, അത് കുറയ്ക്കാനായിട്ട് പറ്റുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥന മാത്രം മാറ്റിവെക്കരുത്. എബ്രഹാം ലിങ്കൺ, അദ്ദേഹം വെളുപ്പാൻ കാലത്ത് ആളുകൾ ചിലരൊക്കെ ഒന്ന് കാണാനായിട്ട് വരും. പ്രധാനപ്പെട്ടവർ തൊട്ടടുത്ത് ഒരു ഗസ്റ്റ് റൂമുണ്ട്, അതിന് തൊട്ടടുത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ വെളുപ്പാൻ കാലത്ത് 5 മണിക്ക് 4 മണിക്കൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടൊരു വാക്ക് പറയാനായിട്ട്. അവർ നോക്കുമ്പോഴുണ്ടല്ലോ, വെളുപ്പാൻ കാലത്ത് 5 മണി മുതൽ 6:30 മണി വരെ 7 മണി വരെയൊക്കെ അകത്താരുണ്ട് സംസാരിക്കുക. ഇത്ര മഹാനായിരിക്കുന്ന വ്യക്തി അകത്ത് ആരോടാ ഇത്ര നേരം സംസാരിക്കണേ? അദ്ദേഹത്തിന് സംസാരിക്കാൻ നിർത്താറായില്ലേ ആ വന്നയാൾക്ക്? ഞങ്ങൾക്കും അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ പറയണ്ടേ? ദൈവത്തിന് സ്തോത്രം. അന്നേരം അവർ മനസ്സിലാക്കിയെന്നറിയാമോ? കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളം തുറന്ന് ചില കാര്യങ്ങൾ, യേശുവപ്പ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എൻ്റെ കരുത്ത് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അതെ, നിന്റെ സഹായം വേണം. അപ്പോൾ ആരാണ്ട് സഹായം അപേക്ഷിക്കാന്നൊക്കെ വന്നിട്ടിരുന്നേ. ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ എന്ത് കേൾക്കും? ഒന്നുമില്ല കിടന്നുറങ്ങും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പല്ലും തേച്ച് കാപ്പിയും കുടിച്ച് നിങ്ങളുടെ ജോലിക്ക് പോകും. ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഭവനത്തിൽ അനുഗ്രഹത്തിൻ്റെതായിരിക്കുന്നതായ വന്മാരി ഉരിഞ്ഞു കിട്ടും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. മോർണിംഗ് മെഡിറ്റേഷൻ, രാവിലത്തെ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 2:36-37 വായിച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 2:36-37. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. വായിച്ചു. ഇത് കേട്ടിട്ട് സത്യ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതായ സുവിശേഷം, ക്രൂശിന്റെ വചനം പത്രോസിലിയ പറഞ്ഞത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ അല്പം കുറ്റം വിധിക്കുന്ന പോലെ പറയുക, ക്ഷമിക്കണം. ഒരു സമയത്ത് വചനം കേൾക്കുമ്പോഴുണ്ടായിരുന്ന തകർച്ചയും ഹൃദയത്തിൽ കുത്തുകൊണ്ടതായ ഞരക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ? കേടുവന്ന മനസാക്ഷിയും മരവിച്ച മനസാക്ഷിയും ഹൃദയമായിട്ട് അനേകരിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് ഒരു മാറ്റം വരണം കേട്ടോ. അന്നത്തെ അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ പ്രത്യേകത ആരെ എഴുന്നേറ്റു എന്നുള്ളതല്ല. എഴുന്നേറ്റോ വചനം കേൾക്കുമ്പോൾ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ ഇനി എന്നാ ചെയ്യണ്ടേ? കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. ഇറ്റ് വാസ് എ പെനിറ്റന്റ് ഫെലോഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. തകർന്നുറുകിയതുമുള്ളതായ ദൈവമക്കൾ കൂടി വന്ന് കരയുന്നതായ ഫെലോഷിപ്പായിരുന്നു. ദൈവനാമം മാത്രം കണ്ണുനീര് കൊണ്ട് ഈ ഹോള് നനയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറയും, അവർ കൂടി വന്നപ്പോൾ ആ മുറിയിൽ ദൈവത്തിൻ്റെ തേജസ് ശക്തിയോടെ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി. ഇറ്റ് വാസ് എ സ്പിരിറ്റ് ഫിൽഡ് ഫെലോഷിപ്പ്.
ദൈവത്തിന് സ്തോത്രം. നിറഞ്ഞതായ ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൊതി നിങ്ങളോട് പറയട്ടെ, ഓരോരുത്തരും തീ പിടിച്ച കൊള്ളികളായി നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ, ഇത്രയും പേര് ഒന്നിച്ചിവിടെ കൂടിയാൽ തീ ആളിക്കത്തും. പുതിയ ആളുകൾ വരുമ്പോൾ ഇവർ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തിയും സുഗന്ധവും മണക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഇറ്റ് വാസ് എ സോൾ വിന്നിങ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. ഇറ്റ് വാസ് എ വിറ്റ്നസിങ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആത്മാക്കളെ നേടണം. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടണം. അതിനുവേണ്ടി ആത്മനിറവ് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനെ സ്തുതി.